ഹലോ ഹലോ. അപ്പോൾ എന്നും കുക്കിങ്ങും അതും ഇതുമല്ലേ നിങ്ങൾ കാണാറ്. അപ്പോൾ ഞാനിന്ന് വീട്ടിൽ പോകാണ്ട് വിരുന്ന് പോവാണേ. അപ്പോൾ സ്കൂളൊന്നും ഇല്ല, ലീവുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഉമ്മാനെ കാണും ചെയ്യാൻ കുറേ 2 മാസത്തോളമായിട്ടാണ് ഞാൻ വീട്ടിൽ പോയിട്ട്. അപ്പോൾ വീട്ടിൽ പോകാനൊരു ആഗ്രഹം തോന്നിയപ്പോൾ പെട്ടെന്ന് പോയിട്ടോ. പിന്നെ ഇത് പോകുന്ന വഴിയാട്ടോ. അപ്പോൾ ഒരു 10-20 മിനിറ്റ് മതി കേട്ടോ. അടുത്ത് തന്നെ കേട്ടോ എൻ്റെ വീട്. ഹസ്ബൻഡിൻ്റെ വീടും എൻ്റെ വീടും കൂടി അടുത്തടുത്ത് തന്നെയാണ്. അത്ര കുറേ ലോങ് ഒന്നുമല്ല കേട്ടോ. ഇനി പോകുന്ന ഇടയിൽ ഞാൻ പഠിച്ച സ്കൂളൊക്കെ കാണട്ടോ. അതാട്ടോ ഇവിടെ കേട്ടോ ഞാൻ പഠിച്ചത് 5 മുതൽ 10ാം ക്ലാസ് വരെ ഇവിടെ കേട്ടോ പഠിച്ചത്. ഇവിടുന്ന് കുറേ ഉണ്ട് കേട്ടോ സ്കൂൾ. നല്ല വലിയ സ്കൂളാണ്. നല്ല നല്ല ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഒക്കെ ആയിട്ടാണ്. നല്ല സ്കൂളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് വരുന്ന കുറച്ചും കൂടി ഇങ്ങോട്ട് പോരണം കേട്ടോ. ഇവിടെയൊക്കെ കുറേ ഞങ്ങൾ നടന്ന് നടന്ന് ഭ്രാന്തായിരുന്നതാണ്. ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. സ്കൂളിൽ വീണ്ടും നമുക്ക് പോകാനും പഠിക്കാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നുണ്ടല്ലോ. എല്ലാവർക്കും ഉണ്ടാവും, അതുപോലെ എനിക്കും. ഇതാണ് കേട്ടോ, ഇവിടെയാണ് കേട്ടോ ഗ്രൗണ്ട് വരുന്നത്. ഇവിടെയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഞങ്ങൾ കളിച്ചതും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പഠിക്കുമ്പോൾ ബസ്സൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേ ഞങ്ങൾ ഒരു മണിക്കൂറോളം നടന്ന് മദ്രസ വിട്ടൊന്ന് നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. അത് കാരണം ഞങ്ങൾ മദ്രസയൊക്കെ കുറച്ചേ പോയിട്ടുള്ളൂ കേട്ടോ. ഫുള്ളൊന്നും 10ാം ക്ലാസ് വരെ ഒന്നും പോകാൻ പറ്റിയില്ല. പറഞ്ഞു നന്നിട്ട് ഇപ്പോൾ വീടെത്തിയിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്താൽ കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വഴിയുണ്ട്. അവിടേക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് വീടെത്താനായിട്ടോ. വീട് ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ചതാട്ടോ. അതാണ് കേട്ടോ നമ്മുടെ വീട് ഞാൻ കാണിക്കുന്നത്. ഇതായിട്ട് കഴിഞ്ഞ് ഇതാട്ടോ വീട്. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ എത്തി. ഇവിടെ സൈഡാക്കി ഞാൻ വീട്ടിൽ കയറി കേട്ടോ. അങ്ങനെ വീട്ടിൽ കയറിയിട്ട് വേഗം നമ്മൾ പെണ്ണുങ്ങൾ എന്താ ചെയ്യുക, ഞാൻ വേഗം കിച്ചണിൽ പോയിട്ടോ. എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്നൊക്കെ അറിയണ്ടേ. അങ്ങനെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കിച്ചണിലോട്ട് ഓടിപ്പോയിട്ടോ. ഇവിടെ അധികം അടുപ്പത്താട്ടോ സംഭവം ചോറ് ഇതൊക്കെ വെക്കുക. പിന്നെ കുറേ ചക്കയൊക്കെ ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചക്ക മാങ്ങയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അറിയാം. അപ്പം ഞാൻ ചക്കയൊക്കെ എടുത്ത് കഴിച്ച് നല്ല മധുരമുള്ള ചക്ക കേട്ടോ. അപ്പോൾ ചക്കയും കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീടിൻ്റെ ഇവിടെ ബാക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഈ കൊലയില്ലേ, ഈ കൊലയ്ക്ക് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ പഴം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഞാനല്ല, മിക്കവാറും പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ. പിന്നെ അത് വീടിൻ്റെ ബാക്ക് സ്ഥലമാണ് കേട്ടോ. ബാക്കിലെല്ലാം കുറേ തെങ്ങും വാഴയും അങ്ങനെയൊക്കെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കോമഡി പറഞ്ഞാൽ എന്താണെന്നോ, ഒരു സെൻട്രൽ ജയിലാട്ടോ വീട്. 4 പുറം ഉയർത്തി മതിലൊക്കെ വെച്ചിരിക്കണം കേട്ടോ. അപ്പുറം വീടൊന്നും കാണില്ല കണ്ടോ. ഭയങ്കര ഉയരത്തിൽ മതിലൊക്കെ എൻ്റെ ഉപ്പാൻ്റെ പണിയാട്ടോ. അതൊക്കെ എനിക്ക് കയറ്റി വെച്ചിരിക്കണം. അപ്പുറത്ത് കാണേ ഇല്ല കേട്ടോ. പിന്നെ വീടിൻ്റെ മേലെ 2ാം നിലയിൽ കയറിയാലാട്ടോ അപ്പുറം വീടൊക്കെ കാണാം. ഇതൊക്കെ എൻ്റെ ഉമ്മാൻ്റെയും നാത്തൂൻ്റെയൊക്കെ കലാപരിപാടികളാട്ടോ. ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണേ. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആട്ടോ കിണറാണ് കേട്ടോ. കിണർ പറഞ്ഞാൽ കിണറ്റിലെ വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സംഭവം തന്നെയാണ്. അതിന് പിന്നെ ഇവിടെ തന്നെ വരണം കേട്ടോ. എനിക്ക് അവിടെ ഇക്കാൻ്റെ വീട്ടിൽ കുഴൽക്കിണറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വറ്റാത്ത കിണറാണ് കേട്ടോ. അതാണ് കേട്ടോ മെയിൻ. ഇവിടെ കിണറും കുഴൽക്കിണറും ഉണ്ട് കേട്ടോ. പക്ഷേ കിണറ്റിലെ വെള്ളം തന്നെ ഉണ്ട് അധികം ഉപയോഗിക്കാറ്. പിന്നെ മുറ്റം ഒരു 10 സെൻറ്റോളം വരും കേട്ടോ. ഒരു വീട് വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഞങ്ങളൊക്കെ കല്യാണം ഇവിടെ വെച്ചിട്ട് തന്നെ കേട്ടോ, ഓഡിറ്റോറിയത്തിലൊന്നുമല്ല. പിന്നെ ഫ്രണ്ടിൽ തന്നെ കണ്ടോ ഒരു മദ്രസയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര സുഖം മദ്രസയ്ക്കൊക്കെ പോകാൻ. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇതിപ്പോൾ പുതിയതായി വന്ന മദ്രസ കേട്ടോ. പിന്നെ സൈഡിൽ വീട്ടിലെ വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ ആങ്ങളുടെ വണ്ടിയാണേ. അപ്പോഴേക്കും ഞാൻ പുറത്ത് പോയിട്ട് ഉള്ളിലെത്തിയപ്പോഴേക്കും കേട്ടോ ഉമ്മ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ആങ്ങളുടെ മക്കളും എൻ്റെ മക്കളും കൂടെ കേട്ടോ കൈയിട്ട് വാരി കഴിക്കുകയാണ്. എന്തൊക്കെയോ ഒരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരിക്കണം. അവർ കഴിക്കുകയാണ്. ഞാൻ വന്നപ്പോഴേക്കും ഞാൻ വട്ടിയായി, എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേനൊക്കെ കഴിഞ്ഞ് നിൽക്കണം. അവർക്ക് തന്നെ തികഞ്ഞിട്ടില്ല അറിയുന്നുണ്ട്. പിന്നെ മേലെ പോവാട്ടോ, മേലത്തെ റൂമിലോട്ട് പോവാട്ടോ. അപ്പം എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയിട്ടാണ് ചിലതൊക്കെ അടിക്കാറ് കേട്ടോ. അപ്പം അതൊക്കെ വേഗം അടിച്ചെടുത്ത് ഒരു ദിവസത്തിനാണ് പോയിക്കണേ. അപ്പം ഞാൻ അതൊക്കെ അടിച്ചെടുത്ത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്പേസ് കേട്ടോ ഇവിടെ മേലെ സിറ്റ് ഔട്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഞാൻ കുറേ പഠിക്കാൻ എക്സാമൊക്കെ ഉണ്ടാകുമ്പോൾ SLC അതുപോലെ +2 എക്സാമൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടാണ് കുറേ പഠിക്കുക. എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് കുറേ നേരം ഇരിക്കാറ്. ഇവിടെ നല്ലൊരു വ്യൂ ആണ് കണ്ടോ. താഴത്തേക്ക് നോക്കുമ്പോൾ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. എല്ലാം കാണാം. വീട്ടിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുക അവിടെ ഇരുന്നിട്ട്. പിന്നെ
പിന്നെ പുറത്താട്ടോ. പിന്നെ നമുക്ക് പുറത്ത് കുറച്ച് അലക്കിയിടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്, അതിനെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെയാണ് കേട്ടോ. ഇവിടെ കുറേ അലക്കിയിടുക. പിന്നെ ഇവിടെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇവിടെ തന്നെ ആയിരുന്നു കേട്ടോ. വൈകുന്നേരമൊക്കെ ഇതിലൂടെ കുറേ അങ്ങോട്ട് നടക്കുക, താഴത്തേക്ക് ഇറങ്ങുക, സ്റ്റെപ്പ് ഇറങ്ങുക, കയറുക, അങ്ങനെ കുറേ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. ഒരു 8 മാസമൊക്കെ ആയപ്പോൾ ഞാൻ എല്ലാം ചെയ്തിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, മേലെ നിന്ന് നോക്കി അപ്പുറമുള്ള വീടുകളൊക്കെ ഇവിടെ നിന്നിട്ടാണ് കാണത്തില്ല. അതെ, ഞങ്ങളുടെ വീടിൻ്റെ താഴത്തിരുന്നാലൊന്നും കാണില്ല കേട്ടോ. അപ്പുറമുള്ളവരോട് അത്ര ഒരു കൂട്ടില്ല. എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെയാണ്. ഇപ്പൊക്കെ അങ്ങനെ ഇഷ്ടങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും കാര്യങ്ങളെല്ലാം ഇഷ്ടമല്ല. ഇവിടെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ വന്ന് നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ. നമുക്കിങ്ങനെ ആകാശത്തേക്കൊക്കെ നോക്കുമ്പോൾ പല കളറുകളും, നല്ല യെല്ലോ, ബ്ലൂ, മഞ്ഞ, പിന്നെ മഴക്കാറൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് കാണിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.